ശ്രദ്ധിക്കും കുട്ടികള്. കേക്കല്ലേ സത്തമ്മ. എല്ലാവർക്കും ശുഭദിനം. തോറ്റാലിക്സ് തോൽവിയാണ് വിജയത്തിന്റെ മുന്നോടി. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, റോക്കി എന്നാണ് നമ്മൾ പറയുന്നത്. മുഖത്ത് നോക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? പക്ഷെ നിങ്ങൾ ആണെങ്കിൽ കുറേ നാള് കഷ്ടപ്പെട്ട് വന്നതല്ല, അങ്ങനെ പൊരുതി തൊട്ട് പോകാനുള്ള ആളായിരുന്നു നിങ്ങൾ. സിജോ മോൻ, സിജോ കുട്ടൻ. കേട്ടോ അമ്മേ. എൻ്റെ പേര് എല്ലാവർക്കും അറിയാലോ, അർജുൻ. ഫുൾ നെയിം അർജുൻ ശ്യാം ഗോപൻ. അമ്മയുടെ പേര് ശ്യാമള, അപ്പൻ്റെ പേര് ഗോപൻ. അമ്മയുടെ പേര് കട്ട് ചെയ്തിട്ടാണ് നടുക്കിട്ട് അർജുൻ ശ്യാം ഗോപൻ എന്നാക്കിയത്. എൻ്റെ പേരിൽ എൻ്റെ അപ്പനും അമ്മയുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്തും എൻ്റെ അപ്പനും അമ്മയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും വലിയ എൻ്റെ അപ്പനും അമ്മയാണ്. എൻ്റെ ഭാവി മിക്കവാറും എനിക്ക് വേഴ്സ് ആവുമെന്ന് വിചാരിച്ചിട്ട് ജീവിതം അവസാനിപ്പിച്ചാലെന്നുള്ളൊരു മൊമെൻറ്റിൽ തോന്നി എൻ്റെ അപ്പനമ്മ പപ്പ അമ്മയ്ക്ക് ആരും കാണില്ല. ആരും വന്ന് നമ്മളെ കൈ പിടിച്ച് പാടാൻ മോനെ നിന്നെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ ആരും പെടത്തില്ല. ഈ പറയുന്ന അപ്പനമ്മയും കാണും, അപ്പനമ്മയും കൂടെ കാണും. എന്നാലും അവരുടെ ഒരു ശേഷം അവരുടെ ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ്. എൻ്റെ ജീവിതത്തിൽ ആരും വന്ന് എന്നെ കൈ പിടിച്ച് പൊക്കില്ല എന്നുള്ള സാധനം ഞാൻ റിയലൈസ് ചെയ്തു. ആരും എൻ്റെ ജീവിതത്തിൽ സൂപ്പർ ഹീറോ ഞാൻ തന്നെയാണ്. ഞാൻ ഫൈൻഡ് ചെയ്തിട്ട് ഞാൻ എന്നെ ഫിസിക്കലി മെൻ്റലി ഞാൻ തന്നെ മുമ്പോട്ട് പോകുന്നു. അതിൽ നിന്ന് പുറത്തിറങ്ങി ഭയങ്കര ഒരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക്. ഇതിനിടയ്ക്ക് ബിഗ് ബോസ് സീസൺ 3 സീസൺ 4 ഒക്കെ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ഈവൻ എൻ്റെ മോൾ ഷൈന് വരെ ഇൻസ്റ്റാഗ്രാമിൽ 2020 മെസ്സേജ് അയച്ചിട്ട്, സാർ പ്ലീസ് അക്സെപ്റ്റ് മൈ റിക്വസ്റ്റ് ദിസ് ഗായ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ലോങ് മെസ്സേജ് സ്റ്റിൽ എൻ്റെ മോൾ ഷൈൻ്റെ പേജ് കിടപ്പുണ്ടായിരിക്കും. കാരണം അമ്മ എപ്പോഴും പറയും കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയും. ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, വിളിക്കുന്ന. ലാസ്റ്റ് സീസൺ ഞാൻ വിളിച്ചിട്ട് ഇവർ ഫോൺ കട്ടാക്കി. ഹലോ, ഞാൻ അർജുന, ഫോൺ കട്ടാക്കി. അവർ ബ്ലോക്ക് ചെയ്തല്ലേ, അത്ര റിജക്ട് ചെയ്തിട്ട്. എൻ്റെ മൈൻഡിൽ എപ്പോഴും എനിക്ക് ഇത് ഒരു സെലിബ്രിറ്റി ആണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ TV കാണണം, അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ കാണണം, അവരെ പ്രൗഡാക്കണം എന്ന് എനിക്ക് ഭയങ്കര ആയിരുന്നു. കാശൊക്കെ സെക്കൻഡറി ആണെങ്കിലും എനിക്ക് എൻ്റെ അപ്പനമ്മ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ ഫാമിലിയിലെ ആൾക്കാരാണ്. അർജുൻ മീൻസ് എൻ്റെ കുടുംബത്തിലെ ആളാണ്. എൻ്റെ ബ്ലഡ് ലൈൻ ഏറ്റവും ബെസ്റ്റ് ഞാനാവണമെന്ന് എനിക്കുണ്ടായിരുന്നു.
സൂപ്പർ ഹീറോ കേട്ടോ, ശരിക്കും സൂപ്പർ ഹീറോ. പെർമിഷൻ ഇല്ലാതെ ഫ്രിഡ്ജിൽ പോയി പാലെടുത്തിട്ട് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതും മിസ്റ്റേക്ക് തന്നെയാണ്. നിർബന്ധമായിട്ടും ആക്ഷൻ എടുക്കുന്ന മിസ്റ്റേക്കാണ്. അങ്ങനെ ഈ വെല്ലുവിളി എടുത്ത് നടത്തില്ല. അർജുൻ, അർജുൻ പ്ലീസ് ചെയ്യരുത് അർജുൻ. അർജുൻ ഇത് ചെയ്യരുത്. ഇത് ചെയ്യുന്ന വളരെ മോശമായ ഒരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അഭിപ്രായത്തിൽ അർജുൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. പവർ ടീമിലെ എല്ലാ അംഗങ്ങളും തെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അർജുൻ ആ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അർജുൻ ചെയ്തത് തെറ്റാണെങ്കിൽ എല്ലാവരും ചെയ്തത് തെറ്റ് തന്നെയാണ്. കാണാൻ പറ്റില്ല. എല്ലാ മാസം ഒന്നാം തീയതി വരാം. സിജോ ചേട്ടാ ഒന്ന് വരും. മസന്റെ പിടി മക്കളെ പറയൂ. ബർത്ത്ഡേ മാസം ജയിലിൽ പോകുന്നവരൊക്കെ വേറെ ലെവലെത്തുന്നതാണ്. അർജുനെ എടാ ഇവര് പറയണല്ലോ നീ ചെയ്യുന്നാളാ. ബ്രെഡ് യൂണിയിൽ നിന്ന് കിട്ടിയതാ. എന്റെ വീട്ടിലത് കാണുമ്പോ അമ്മയൊക്കെ ചിരിക്കുകയായിരുന്നു. ഡ്രസ് കൊടുത്തരും ഈ വൈരായുള്ള ഡ്രസ്സും കരിക്കും, ബ്ലൗസും മുണ്ടും പാൻറ്റൊക്കെ കരിക്കും. അടച്ചിട്ട് പോ, ശല്യം ചെയ്യാൻ വേണ്ടി പണി ചെയ്യിക്കത്തൂല, കരിയാൻ തുടങ്ങി. നെക്സ്റ്റ് പേടിക്കല്ലടാ അല്ല എന്തെങ്കിലും ഹെൽപ്പ് വേണം ചേട്ടാ. നീ നടന്നാ മതിയോ? അകത്തൊക്കെ കയറണ്ടേ? നടന്നാ മതി, അകത്തൊക്കെ കയറണ്ടേ? അടുത്ത റെക്കമെൻഡ് ചെയ്യാം. കാട്ടി തന്നാ കുഴപ്പമില്ല, ഇടയിൽ ഇങ്ങനെ ചെറിയ സ്നാക്ക് തന്നാ കുഴപ്പമില്ല. സ്ഥിരതാമസമല്ല. എന്റെ പേര് പറയുന്ന അറിയാം, കാരണം ഞാൻ തിരിച്ചൊന്നും പറയത്തില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ പറയില്ല, ഞാൻ ഹാപ്പി ആയിട്ട്. ഒരു റീസൺ മനസ്സിലാവുന്നതാ. ആ റീസൺ എനിക്കറിയില്ല. ഞാൻ ടാസ്ക് ചെയ്തിരുന്നൊക്കെ പേര് പറയുന്നത്, ഏത് ടാസ്ക് ചെയ്യാത്തത് എനിക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ആക്റ്റീവ് അല്ലെന്ന് എനിക്കല്ല, എന്താത്തതിൽ ആക്റ്റീവ് അല്ലെന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ ശരിക്കും ഫ്ലോർ ടീമിലാണ്. അവിടുത്തെ പണി കഴിഞ്ഞാൽ കിച്ചൺ ടീം കയറി. എനിക്ക് വെറുതെ ഇരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. പിന്നെ ടാസ്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ലൈക്ക് അവിടുത്തെ എല്ലാ ടാസ്കിലും ഞാൻ എൻ്റെ മിനിമം എഫേർട്സ് ഞാൻ ഇടുന്നുണ്ട്. ഇവിടുത്തെ പലരും ഇടാത്ത എഫേർട്ട് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ അവർ വിചാരിച്ച് എന്നെ പറഞ്ഞ ലൈക്ക് ഞാൻ പറഞ്ഞ ഞാൻ തമാശയായിട്ട് ചിരിക്കും, കോമഡി പറയാന്നൊക്കെ വിചാരിച്ചു. എനിക്ക് ചിരിയായിട്ട് എന്നാലും എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്യാതെ എനിക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ കയറിയിട്ട് അത് തുറന്ന് പാല് മൊത്തം എടുത്ത് കുടിച്ചത്. ഞാൻ ഇവിടെ ആ ഒരാളുടെ സ്റ്റോറി ആയിട്ട് കണ്ണു നിറഞ്ഞിങ്ങനെ നിന്റെ സ്റ്റോറി ആയിട്ട് മിസ് ചെയ്യുന്നുണ്ടോ? വീട് മിസ് ചെയ്യുന്നുണ്ടോ?
ഹായ് മോനെ തള്ളടി തള്ളു ഇതുണ്ട് സൂക്ഷിക്കണം. തിരിഞ്ഞത് എവിടെ തൊള്ളണം നോക്കട്ടെ എവിടെ തൊടയാ കരിക്കണം വണ്ണിപ്പാര് മെന്റലി കുറച്ച് കറക്റ്റായിട്ട് രാവിലെ എണീക്കാൻ വീട്ടിൽ എണീക്കണ പോലെ ഒരു ചുറ്റുണ്ടാവും. ഏയ്, സമ്മതി അടിമ. என்ன பண்ற? എവിടെ തേച്ച് നോക്കുന്നു അവിടെ തേച്ച് നോക്ക്. എന്റെ ഡ്രസ്സല്ല തേച്ച് നോക്ക്. കിട്ടുന്ന പേയ്മെന്റ് ടോപ്പ് അടിച്ചു തരാം ഫുൾ ഗൗണ. അതൊക്കെ നീ അയൺ பண்ணுவே நல்லா. അത് കമ്മി ആക്കിട്ട് ചെയ്യ്. കഴിയാറില്ല ഇവിടെ കഴുകി തരുമോ? അസിംഗം പിടിച്ചവനെ, അസിംഗം പിടിച്ചവനെ, കണ്ട അസിംഗം പിടിച്ചവനെ. നിനക്ക് എന്നോട് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെറുതെ കാണിക്കുന്നതല്ല ഓ സീരിയസ്ലി നിനക്ക് എന്തെങ്കിലും എന്നോട് പ്രശ്നം? ഞാനെന്തെയും മിണ്ടിട്ട് പോയില്ല കുറച്ച് കുറച്ചല്ലേ മിണ്ടിട്ടുള്ളൂ എന്നോട് മിണ്ടാനുള്ളത് കാണിക്കുന്നില്ല. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മിണ്ടിട്ടില്ലല്ലോ ലൈക് നിനക്കെന്താടാ? സിദ്ധടി പിടിക്കുമോ ഇത് ചല്ലോ നിന്റെ കാര്യം ചെല്ലോ എന്നെ തളർത്തവള ബിഗ് ബോസിന്റെ അടുത്ത ജയിൽ സോങ് പാടടാ. ജയിലറോ ജയിലറിലെ പാട്ട് പാടാ വാഷ്റൂമൊക്കെ എന്ത് സൈസ്? എക്സൽ ഇതെന്താണ് ഇപ്പോ? ഇത് ഡബിൾ എക്സൽ. ട്രിപ്പിൾ എക്സൽ നിന്നെ കാണുമ്പോ ചാനൽ മാറ്റി തരാം How fun, enjoy. പിന്നെ എൻജോയ് എൻജാമി ഇതുവരെ നാം കളിച്ചിരിയ കാലം പോകുമിടവഴിയിൽ ഇടവെയിലിൽ പൊടിമഴയിൽ അന്ന് കാണിച്ചു തരാം ഞാൻ ഒന്നുമേ ഇല്ല. അപ്പുറം എന്നാ? അപ്പുറം എന്നാ? ഒന്നുമില്ല. ഒന്നുമില്ല അപ്പുറം എന്താ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്തെങ്കിലും? ഒന്നുമില്ലെന്ന് പറയാൻ പറ്റില്ല. നോറാക്ക നോറ ഇത്തല്ലേ അസിംഗം തേവയാ? നോറ ആർമി വാവ്, സൂപ്പർ ഡ്രസ്സാണല്ലോ എന്റെ മൈവില് 3 കളറുള്ളോ? ആ നിന്റെ ബാക്കി കളർ നീ കണ്ടുപിടിക്കണം പാവത്തിന്റെ വല്ലാണ്ട് മെയിൻ ആവണ്ടേ. എന്റെ ടൈം കഴിഞ്ഞു. നീ മര്യാദയ്ക്ക് ജയിൽപ്പുള്ളേരി ജീവിക്കാം. മനസ്സിലായോ സാറേ? എങ്ങനെ മടക്കുന്നത് ശരണി എന്നാച്ചു എന്നെ പറ്റി എന്നാച്ചത് ശരണ്യോ? ആവശ്യം അപ്സര എന്നാ പറ്റി പറ ഉള്ളിലെ വിഷമൊക്കെ പറച്ചിരിക്കട്ടെ നിങ്ങൾക്ക് ബിഗ് ബോസ് തന്നെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തു നിങ്ങൾ ഇതിൽ കാവടി ഉള്ളിൽ നടന്നല്ലേ ഇപ്പൊ എന്നാ പറ്റി ഞാൻ ഹാപ്പിയാ. പ്രതിസന്ധികളിൽ തളരുന്ന ആളല്ല അപ്സര ഇതെല്ലാം ഇതിനപ്പുറം കേട്ട അപ്സര തെറ്റ് ചേട്ടവരാരുണ്ട് സിജോക്ക ചേട്ടാ ഇത് കണ്ടത് എനിക്ക് തന്നല്ല ഇയാളെ സെന്റിമെന്റ് അടിച്ചിട്ട് സുരേഷ് അങ്കിളാണ് മോനെ സ്മെല് വരുന്നുണ്ടോ സെൽവി വന്നിരിക്കടാ സെൽവി വന്നിരിക്ക് സ്മെല് വന്നാ അർജുനേ എന്നാ മോനെ കാതൽ മണം കാതൽ മണം കാതൽ മണം ഒടുവിൽ നീയും കുറ്റസഭ നടത്തിയല്ലേ നമ്മളെ ആരാടാ നിന്റെ മോള്? മോനെ ആരാടാ നിന്റെ മോനെ? ഇല്ല ജാസ്മിൻ ജാഫർ ഡിസൂസ ജാസ്മിൻ ഡിസൂസ ശരി, ഓക്കെ, എൻജോയ് ചെയ്യും. ഹാവ് ഫൺ ഗൈസ്. വിട്ടു ആ ഞങ്ങൾ വരാം ഉടനെ വരാം ഞാൻ സഹായിക്കാം ഞാൻ സഹായിക്കാം ഓക്കെ,
അപ്സര ചേച്ചി ഇവർക്ക് ടാസ്ക് ഒന്നും ഇല്ലേ? ഈ ചട്നി അരക്കുന്നത് എന്താ എന്റെ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുറത്തു പോകാത്തത്. എനിക്ക് പുറത്തു പോകാനൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടും. പക്ഷെ അവരുടെ ഒരു നല്ല സമയത്ത് ഞാൻ കൂടെ കാണണം. അതാണ് എന്റെ. ഞാൻ പുറത്ത് കാശ് തന്നെ വേണം, വേറെ കാര്യം. പക്ഷെ അവർക്ക് സ്വന്തം നാട് തന്നെയാണ്. കാരണം അവർക്ക് വയ്യാതാകുമ്പോൾ ഞാൻ കൂടെ കാണണം. അതായത് ഞാൻ വേറെ ഹോം നേഴ്സിനെ വെച്ചിട്ടോ എനിക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ തന്നെ ചെയ്യണം. കാരണം എന്റെ ഇത്രയും പ്രായത്തിന് വേണ്ടി അവരെനിക്ക് വേണ്ടി ജീവിച്ച ആൾക്കാരല്ലേ. ഇത്രയും വർഷം എന്റെ ചേച്ചിയുടെ വെൽബീയിങ്ങിന് വേണ്ടി അവർ ചെയ്തത്. പെട്ടെന്ന് എനിക്ക് ഇത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നല്ല തോട്ടം ആക്ച്വലി. എനിക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കൂടെ പൈസ കുറവാണെങ്കിലും കൂടെ സ്വന്തം മകളുണ്ടെന്നുള്ളൊരു ബോധം, ഒരു ധൈര്യമാണ് അമ്മമാർക്ക്. അമ്മമാർക്കറിയാം. അതെ, നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചെങ്കിൽ അതിനു വേണ്ടി കഷ്ടപ്പെട്ടെങ്കിൽ പ്രകൃതി നിങ്ങളുടെ കൂടെ നിൽക്കും എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്. അതിന് ചുമ്മാ നമ്മൾ ആഗ്രഹിച്ച കാര്യമില്ല, പോരിടണം. ആഗ്രഹിച്ച് പ്രകൃതി കൂടെ ഇടുന്നവരുടെ കാര്യമില്ല. നമ്മുടെ ജീവിതം ഒറ്റേ ഉള്ളൂ. ഞാനൊരു 40-50 വയസ്സിൽ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിന് എൻ്റെ 50-ാമത്തെ വയസ്സിൽ എൻ്റെ വാർദ്ധക്യം എത്തുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കിന് ഞാനത് ചെയ്തില്ലല്ലോ, അല്ല ഞാനത് ട്രൈ ചെയ്തില്ലല്ലോ ഓർത്ത് വിഷമിക്കുന്നതായിരിക്കും ഒരു മനുഷ്യൻ്റെ ഏറ്റവും തോൽവി. ഈ സമയത്ത് ഞാനൊരു 50-ാം വയസ്സിൽ തിരിഞ്ഞു നോക്കുക, ഞാനത് ട്രൈ ചെയ്തു, കിട്ടിയില്ലോ അത് വേറെ കാര്യം. ഞാനതിന് വേണ്ടി ആത്മാർത്ഥമായി ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ അത് കിട്ടുന്നത് വേറെ, ഡിസൈർ വേറെ. നമ്മളൊരു കഷ്ടപ്പെട്ട് ലാസ്റ്റ് കിട്ടിയത് നമ്മൾ ഡിസേർവ് ആണല്ലോ. അപ്പൊ ഇന്നത്തെ ഓരോ ദിവസവും ഓരോ ഇൻസിഡന്റും നമുക്ക് ഓരോ വാല്യൂബിൾ, ഓരോ വിലപ്പെട്ട കാര്യങ്ങൾ. അത് മാക്സിമം നിങ്ങൾ ക്യാച്ച് ചെയ്ത് മുന്നോട്ട് പോകും. നമ്മളൊരാൾ തിരിച്ചറിയുക എന്നുള്ളത് എനിക്ക് ഭയങ്കര വലിയ കാര്യമാണ്. നമ്മളടുത്ത് മിണ്ടുക, ഓനെ നല്ലതായിട്ടെന്ന് പറയണം, വലിയൊരു കാര്യമാണ്. അവാർഡ് കിട്ടുന്നത്, എനിക്കൊരു ഓസ്കാർ കിട്ടുന്ന ഇതാണ് ഞാൻ ചെയ്തത് നല്ലതെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഔട്ട് കാണുന്നത് എനിക്ക് വലിയ ആഗ്രഹമാണ്. എൻ്റെ ഫോട്ടോയ്ക്ക് ഫ്ലെക്സ് വെക്കുക എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ എൻ്റെ സന്തോഷം ഇതാണ്. അതിൽ ചിലപ്പോൾ പൈസ കുറവായിരിക്കാം, കിട്ടുന്ന പൈസ പെട്ടെന്ന് പോവായിരിക്കാം. സമ്മ സോഫ്റ്റ്, നല്ല എരിവുണ്ട്. എരിവ് ഇഷ്ടമാണോ അർജുന്? എരിവ് ഇഷ്ടമാണോ? നിശാന ചേച്ചിക്ക് എരിവ് ഇഷ്ടമല്ലേ? ഓക്കെ അറിയുണ്ട്, ലുക്കിൽ അറിയുണ്ട്, പാർവയില് തെരിയുത്. ഇനി എന്തൊക്കെ പാർവ നോക്കോ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ, എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. അത് കറക്റ്റ്. എന്നാലും ശ്രീന്റെ ഡ്രസ്സിൽ തന്നെ ആയതാ ഒരു സാധനം. അത് അർജുന്റെ പ്രാക്കാണ് അല്ലേ അർജുൻ? എനിക്ക് വാങ്ങി തരണം. ഊരേതാണെന്നറിവില ഇവളെന്റേതാണെന്നുള്ള പാടുന്നു. എന്റെ മൈവില് 3 കളറുള്ളോ? മണ്ണിലിറങ്ങിയ തൂമിന്നൽ മഴത്തേ